നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 36ന്റെ പരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും പോർഷൻസ് എല്ലാം പഠിച്ച് സെറ്റായി എന്ന് വിചാരിക്കുകയാണ്. പരീക്ഷ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 15 ചോദ്യങ്ങളാണ് ഉള്ളത്. 13 മാർക്കാണ് കട്ട് ഓഫ്. നിങ്ങളുടെ മാർക്സ് താഴെ കമന്റ് ചെയ്യുക, നിർബന്ധമാണ്. എക്സാംസ് എഴുതേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവാം. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 36 എക്സാം. ആദ്യത്തെ ചോദ്യം, ഓസോൺ പാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺ ബെയ്ൻ ആണ്. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്നു. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ പാളി കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്. ഇപ്പൊ 4 പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്താനുള്ളത്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. രണ്ട്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. 2 പ്രസ്താവനകളാണ് ഉള്ളത്. ആദ്യത്തേത്, ഹരിതഗൃഹവാതകങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തേത്, ആഗോളതാപനം മൂലം ഭൂമിയുടെ താപനില വർദ്ധിക്കുന്നു. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. മൂന്നാമത്തെ ചോദ്യം, BS6 വാഹനങ്ങൾ എന്നാൽ എന്ത്? എ, ജലമലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കാനായി നിർബന്ധമാക്കിയ വാഹനങ്ങൾ. ബി, വായുമലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കാനായി നിർബന്ധമാക്കിയ വാഹനങ്ങൾ. സി, ശബ്ദമലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കാനായി നിർബന്ധമാക്കിയ വാഹനങ്ങൾ. ഡി, റേഡിയോ ആക്റ്റീവ് മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കാനായി നിർബന്ധമാക്കിയ വാഹനങ്ങൾ. 4. ഇന്ത്യൻ ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം. 1980, 1985, 1973, 1974. 5. 2022 ലോക ജലദിനത്തിന്റെ പ്രമേയം. വാല്യൂയിങ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ഇൻവിസിബിൾ വിസിബിൾ, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ലീവിംഗ് നോ വൺ ബിഹൈൻഡ്. 6. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായത്? ധാന്യകം, കൊഴുപ്പ്, ലവണം, പ്രോട്ടീൻ. 7. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം എന്ത്? കടും പച്ച, കടും നീല, കടും ചുവപ്പ്, കടും മഞ്ഞ. 8. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. 9. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. കുമുദം, സാരസം, കൈരവം, വാസരം. 10. ചുവടെ തന്നിരിക്കുന്നതിൽ സ്വർഗം എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. ദിവം, അഹസ്, ലാംഗലം, സീരം. 11. സൂനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് തേരാളി, പൂവ്, മകൻ, രശ്മി. 12. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിന് പറയുന്ന പേരെന്ത്? ക്ഷയം, പൗർണമി, വൃദ്ധി, അമാവാസി. 13. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് അടുത്ത് കിടക്കുന്ന ആൽഫ സെന്റോറിൽ എന്ന നക്ഷത്രത്തിൽ നിന്ന്
ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 4 വർഷം, 5 വർഷം, 6 വർഷം, 7 വർഷം. 14. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കാവുന്ന നടപടികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, കാൽ നിലത്ത് തൊടാതെ തടിക്കട്ടിലിലോ പലകമേലോ ഇരിക്കുക, ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുക, തുറസായ സ്ഥലത്താണെങ്കിൽ താടി കാൽമുട്ടുകളിന്മേൽ എന്ന തരത്തിൽ ഇരിക്കുക. 15. ചുവടെ നൽകിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തം ഏതാണെന്ന് കണ്ടെത്തുക. ഇടിമിന്നൽ, ഉരുൾപൊട്ടൽ, സുനാമി, ഭൂകമ്പം. ഓക്കെ, അപ്പൊ ഇത്രയാണ് 15 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഓസോൺ പാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇതിന് തെറ്റായിട്ടുള്ളത് 4ാമത്തെ പ്രസ്താവനയാണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാ? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ 4 മാത്രം എന്നുള്ളതാണ് തെറ്റ്. 4 മാത്രം, 4ാമത്തെ പ്രസ്താവനയാണ് എന്ത് തെറ്റായിട്ടുള്ളത്. 2. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. എ, രണ്ടും ശരിയാണ്. 3. BS6 വാഹനങ്ങൾ എന്നാൽ എന്ത്? ഓപ്ഷൻ ബി, വായു മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കാനായി നിർബന്ധമാക്കിയ വാഹനങ്ങളാണ് BS6 വാഹനങ്ങൾ. 4. ഇന്ത്യൻ ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം? ഡി, 1974 1974. 5. 2022 ലോക ജലദിനത്തിന്റെ പ്രമേയം? ലോക ജലദിനത്തിന്റെ പ്രമേയം ബി, ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ഇൻവിസിബിൾ വിസിബിൾ. ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ഇൻവിസിബിൾ വിസിബിൾ. 6. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായത്? ഡി, പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ, ഡി. 7. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം എന്ത്? കടും നീല നിറമാണ്. ബി, കടും നീല. 8. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഇ ആണ്. സി, ഓപ്ഷൻ സി, വിറ്റാമിൻ ഇ. 9. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ ഡി ആണ്. വാസരം, വാസരം എന്നാൽ എന്തുവാണ്? ദിവസം എന്നാണ് അർത്ഥം. ബാക്കിയുടെ തന്നേക്കുന്ന കുമുദം, സാരസം, കൈരവം എല്ലാം ആമ്പലിന്റെ പര്യായ പദങ്ങളാണ്. കുമുദം, കുവലയം, സാരസം, കൈരവം ഏതാണ്? ആമ്പലിന്റെ പര്യായ പദങ്ങളാണ്. ഇവിടെ ഒറ്റയാനായിട്ട് നിൽക്കുന്നത് വാസരമാണ്. വാസരം എന്നാൽ ദിവസം എന്നാണ് അർത്ഥം. 10. ചുവടെ തന്നിരിക്കുന്നതിൽ സ്വർഗം എന്ന അർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. സ്വർഗം ദിവമാണ്. ദിവം. അഹസ് എന്നാൽ എന്താ? ദിവസം. അഹസ് എന്നാൽ ദിവസം. ലാംഗലം എന്നാൽ എന്താ? കലപ്പ. ലാംഗലം കലപ്പ, സീരവും കലപ്പയാണ്. അഹസ് എന്നാൽ ദിവസം. 11. സൂനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? പൂവ്. സൂനം എന്നാൽ പൂവ് എന്നാണ് അർത്ഥം. 12. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിന് പറയുന്ന പേരാണ് വൃദ്ധി. വൃദ്ധി എന്നാണ് പറയുന്നത്. 13. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് അടുത്ത് കിടക്കുന്ന ആൽഫ സെന്റോറിൽ എന്ന നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എടുക്കുന്ന സമയം 4 വർഷമാണ്. എ, 4 വർഷം. 14. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കാവുന്ന നടപടികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സി ആണ്. ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുക എന്നുള്ളതല്ല, ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക എന്നുള്ളതാണ് കറക്റ്റ്. 15. ചുവടെ നൽകിയിട്ടുള്ളവയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തം ഏതാണെന്ന് കണ്ടെത്തുക. ഉരുൾപൊട്ടലാണ്. കേരളത്തിൽ ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരീക്ഷ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിർബന്ധമായിട്ടും താഴെ കമന്റ് ചെയ്യണം. എല്ലാവരും പരീക്ഷ അറ്റൻഡ് ചെയ്തിരിക്കണം.
പിന്നെ നാളെ ഡേ 37 ആണ്. അപ്പോൾ നാളെ പഠിക്കാനുള്ള പോർഷൻസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തരുന്നതായിരിക്കും. നമ്മുടെ 100 ഡേയ്സ് ടൈം ടേബിൾ ഫുൾ ആയിട്ടുള്ള ടൈം ടേബിൾ കിട്ടണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ 100 ഡേയ്സ് ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ടൈം ടേബിൾ എടുത്തിട്ട് അതിൻ്റെ പോർഷൻസും കാര്യങ്ങളും ടൈം ഷെഡ്യൂളും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും കൊടുക്കുന്നത്. സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആകുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.